വേദഭാഗത്തിൽ നിന്ന് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് പൈശാചികന് അടുത്ത് വന്നു. നമുക്കും ഈ ലോകത്തില് പരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെയും അപ്പൊ പിശാചും ഈ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതൊക്കെയും യേശുവിന്റെ അടുക്കൽ. പിശാചിന് അറിയാമല്ലോ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും പരീക്ഷകൻ, നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനെയും ഹവ്വായെയും അവരെയും പരീക്ഷണങ്ങളിൽ കൂടെയാണ് തള്ളിയിടാനായിട്ട് ശ്രമിച്ചത്, അല്ലേ? അതുപോലെ പ്രലോഭനങ്ങളിൽ കൂടെ, യേശുവിന്റെ അടുക്കലും പ്രലോഭനങ്ങളിൽ കൂടെ വിശപ്പ് എന്നുള്ള ഒരു ശാരീരികമായ ആ ഒരു ബലഹീനതയെ മുതലെടുക്കുവാൻ വേണ്ടി നമ്മളും ചില അവസരങ്ങളിൽ അങ്ങനെ ആയിപ്പോവാനായിട്ട് സാധ്യതകളുണ്ട്. എന്നാൽ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നു, അല്ലെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചു, അപ്പൊ നമ്മളും അതിലങ്ങ് ഒരാൾ പറഞ്ഞു ഇങ്ങനെ അവിടെ ആള് കൂടുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് പറയും, പിന്നെ അതേ തൊട്ടങ്ങ് പോവും. അങ്ങ് നമ്മൾ ആ കൂടിന എന്തിനാണെന്നുള്ള അതുപോലെ മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിലുപരിയായിട്ട് അതിലൊരു ദൈവം വൈദ്യുണ്ടെങ്കിൽ, അപ്പൊ ഒരു ചെറിയ കുഞ്ഞ് ഒരിക്കൽ പറയുമായിരുന്നു, ആ ഒരു മകള് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കണ്ടേ. അപ്പോഴത്തേന് പെട്ടെന്ന് എല്ലാവരും പിടിച്ചു നിർത്തി, അല്ല ആ സംസാരത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായി. ഞാൻ അന്നേരം ഓർത്ത് ആ കുഞ്ഞിന് ആ ഒരു ചിന്ത വന്നല്ലോ എന്ന്. മറ്റുള്ളവര് അങ്ങനെ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോവുക, അതെല്ലാവർക്കും ഇഷ്ടമാണ് കൂടുതലും കേൾക്കാനും. നമ്മളൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വരികയിലും ആ സാഹചര്യത്തെ മാറ്റാനായിട്ട് നമുക്കൊക്കെ കഴിയണം. ഇപ്പൊ വചനം ഉപയോഗിച്ചാണ് യേശുവിനെ പോലും പൈശാചിയന് ടേൺ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ഈ ലോകത്തിന്റെ മഹത്വവും ഈ ലോകത്തിന്റെ മോഹങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം എന്റെ അധീനതയിലാണ്. ടോം ബ്രദറൊക്കെ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇതെല്ലാം പൈശാചിന്റെ അധീനതയിൽ കിടക്കും. ഇതെല്ലാം നമ്മൾ അവന് വിറ്റു കൊടുക്കേണ്ടി വന്നു ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ. എന്നാൽ അത് തിരികെ പിടിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ശിഷ്യന്മാര് മുക്കുവന്മാരായിരുന്നു. അവർ കടലിലെ കാര്യങ്ങള്, മത്സ്യബന്ധനം വളരെ ശക്തമായിട്ട് അവർക്ക് അറിയാം. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ, കടലിന്റെ കാര്യങ്ങളും അതിന്റെ നീക്കങ്ങളും, മത്സ്യം എവിടെ കിട്ടുമെന്നും ഇങ്ങനെ വളരെ ആ ഒരു കാര്യത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. എന്നാൽ അവരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്, അല്ലാതെ ജ്ഞാനികളെയോ ബുദ്ധിമാന്മാരെയോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഇവരെയാണ് തെരഞ്ഞെടുത്തിട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്തു. ആ ഒരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഇന്നും നമ്മളെയും ദൈവം അങ്ങനെ ഈ ലോകത്തില് ഓരോ അവസരങ്ങൾ തന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ വേണ്ടി ഞാനോ കുറയണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ലേ, യോഹന്നാൻ സ്നാപകന് വേണമെങ്കിൽ ആ കുറെയൊക്കെ സ്ഥാനം ഏറ്റെടുക്കായിരുന്നു. ആദ്യം സുശേഷം പറഞ്ഞു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വന്നു എന്റെ പിന്നാലെ വരുന്നവന്റെ ചെറുപ്പിന്റെ വാർ, ഞാൻ അതിനൊന്നും യോഗ്യനല്ല, അങ്ങനെ വിട്ടുകൊടുത്തു. ആ ഒരു മനോഭാവം യോഹന്നാൻ സ്നാപകൻ ഉണ്ടായി, ഇല്ലേ? അപ്പൊ ഈ ലോകത്തില് നമുക്ക് ചെയ്യുവാനുള്ള ഇതാ. നമ്മളൊക്കെയും രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ആ ഒരു വിട്ടുകൊടുക്കാനുള്ള മനോഭാവം നമുക്കൊക്കെ ഉണ്ടാവണം. ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തെല്ലാം നേടിയാലും ഈ ലോകത്തിന്റെ മഹത്വങ്ങൾ, ഒരു ധനവാനായ കർത്താവ് ഉപമകളിൽ കൂടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതിന്റെ കാരണം ദൈവത്തിന്റെ നാമം ഇതെല്ലാം മാഞ്ഞു പോകുന്നത്. നമുക്ക് എന്തെല്ലാം, ചിലർ പറയും അവരുടെ വീട് കണ്ടോ, അല്ലെങ്കിൽ അതിന്റെ സൗകര്യങ്ങൾ കണ്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട്, അവർക്ക് എല്ലാം കൊണ്ട് നല്ല ചുറ്റുപാടുകളുണ്ട്, അവര് ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങ് ചിന്തിച്ചു പോകും. എന്നാൽ ഇതൊക്കെ മായയാണ്. ചിലപ്പം അടുത്ത ദിവസം ചെല്ലുമ്പോൾ കാണത്തില്ല ഇതൊന്നും. എന്നാൽ ഒരു ദൈവവേദന എന്ന് പറഞ്ഞാല് ആ ആള് ഞെരുക്കത്തിന്റെ ഞാൻ ഒരാളെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പലരെ കാണും. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ വെയില് കൊണ്ട് സുവിശേഷം പറയുക, എന്നാ ഒരു ദൈവ സാന്നിധ്യം അവരുടെ കാണാനായിട്ട് ഇടയായി. അവര് പറഞ്ഞു, ദൈവം നടത്തുന്ന മോനെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഓർത്ത് ഈ വെയിലെല്ലാം കൊള്ളുന്ന എനിക്ക് പ്രയാസം തോന്നി. അപ്പൊ ദൈവനാമത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുക, ദൈവനാമത്തെ ഉയർത്തുക, അതിലെ സന്തോഷം കണ്ടെത്തുക, അതിലെ സമാധാനം കണ്ട് വിശപ്പും ദാഹവും ഒക്കെ മറന്നു പോകുക. വിശപ്പെന്ന് പറഞ്ഞ ആ ഒരു ഉപവാസത്തിൽ വരുമ്പോഴേ
ആ ദൈവ സാന്നിധ്യം കൊണ്ട് ആ ശരീരത്തിന്റെ വിശപ്പ് അങ്ങ് മറന്നുപോകുക, ക്ഷീണം മറന്നു. ക്ഷീണം മറന്നു പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ടാ പറഞ്ഞ ദൈവത്തിന്റെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ കൊണ്ട് ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി, ഏറ്റവും പൊക്കമുള്ള സ്ഥലത്തേക്ക് നിർത്തിയിട്ട് പിന്നെ പറയുക, അതും പഴയ സങ്കീർത്തന നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കല്ലിനോട് തട്ടാതെ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. അങ്ങനെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നിന്നെ താങ്ങുവാൻ അത് പൈശാചിന് അറിയാം. ചാടിക്കോ ഞാൻ നിന്നെ താങ്ങുവാന് പരീക്ഷണങ്ങൾ പറയുക, അങ്ങനെ പറഞ്ഞിട്ട് താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു. അത് ദൈവവചനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ലോകത്തിന്റെ മഹത്വങ്ങള്, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ എല്ലാം കാണിച്ചു കൊടുക്കുക. നമുക്ക് ഇതൊക്കെ തരാം, ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. സിമ്പിളായിട്ട് ചെണ്ട് പറയും, ചെണ്ട് പറയും ഞാൻ വലിയ കുറ്റങ്ങളൊന്നും ചെയ്ത് കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നാല് ചെറിയൊരു പാപം ഇതല്ല ഉള്ളു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതിയല്ലോ. ചിലപ്പോ ഇപ്പൊ ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രിസ്ത്യൻ പീഡകളൊക്കെ നടക്കും, നമുക്കറിയാം മീഡിയയിൽ കൂടെ ഒക്കെ. അപ്പൊ അവര് ആ യേശുവിനെ തള്ളി പറയാമെങ്കിൽ അവർക്ക് ജീവിക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ വരും, ഇനിയും ഉണ്ടാകുമെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ അന്നേരവും പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാമല്ലോ, കല്ലേറ് കൊണ്ടപ്പോൾ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അപ്പം വേദന മാനുഷികമായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രപരമായി നമ്മൾ അങ്ങനെ ചിന്തിക്കാമെങ്കിൽ പറയും, വേദന എടുക്കാതിരിക്കുമോ, അങ്ങനെ നമ്മുടെ ബുദ്ധി പറയും. എന്നാൽ ആ ദൈവിക, അപ്പം മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിന്നെന്നാ പറയുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തു ദൈവവാചകത്തിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇവരുടെ ശിക്ഷകരുടെ മേൽ വരുത്തരുതേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു സ്തെഫാനോസ് കല്ലേറ് കൊണ്ടപ്പോൾ. നമ്മളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ, നമുക്കെതിരായിട്ട് ഒരു അപവാദം പറയുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിൽ അത്രത്തോളം നമ്മൾ വളരണം ഈ ലോകത്തില്. കാരണം ശിഷ്യന്മാരൊക്കെ അവരെ മുക്കുവരായിരുന്നു, അവർക്കെല്ലാം അറിയാം. എന്നാല് അവരെ ദൈവം തെരഞ്ഞെടുത്തു. അവര് ദൈവഭാഗത്ത് വന്നപ്പോൾ നമുക്കറിയാമല്ലോ, പൗലോസൊക്കെ എന്തെല്ലാം സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയി. അവന്റെ പഴയ രീതികളൊക്കെ മാറി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പണ്ടാരായിരുന്നു, പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയാം. ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാനൊരു ദൈവവൈതലാണ്, എന്നെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ നമ്മൾ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ നടത്തുന്നത്. പ്രലോഭനങ്ങളിലൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ ലോക ജീവിതം നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഈ ലോക ജീവിതം നമുക്ക് സ്ഥിരമല്ലല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ സത്രങ്ങൾ, ചിലപ്പം ഇന്നിവിടെ ആയിരിക്കും, വേറെ ദിവസം ചിലരെന്നോട് പറയും അവിടെ അല്ലേ നല്ല സുഖം, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലെ ബുദ്ധിമുട്ടല്ലേ, രോഗങ്ങളും പ്രയാസങ്ങളും മെഡിക്കലൊക്കെ നല്ലത് അവിടെ അല്ലേ. മെഡിക്കലിനെക്കാട്ടിലുപരിയായിട്ട് നമ്മുടെ കർത്താവ്, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നപ്പം ചിലരെയൊക്കെ കണ്ടു. അന്നേരം എന്തെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും, കേട്ടിട്ടില്ലാത്ത രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരെ കാണാനായിട്ട് ഇടയായി. അപ്പൊ അവരോട് പറഞ്ഞു, ദൈവം ബലം തരും, മരുന്നിനെക്കാട്ടിലുപരിയായിട്ട് നമ്മുടെ കർത്താവാണ് ഏറ്റവും വലുത്. അതിനുപരിയായിട്ട് യേശു ക്രിസ്തുവിന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. നമ്മുടെ ബുദ്ധിക്കോ മരുന്നിനോ ഡോക്ടർമാരുടെ ആ ഒരു ഇതിനൊന്നും അതിലുപരിയായിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോക്ക് വരാം, എന്തെല്ലാം സാഹചര്യങ്ങൾ വരാം, ഒന്നിലും പതറിപ്പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ എന്റെ ദൈവം എന്നെ നടത്തും. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം അനുകൂലിച്ചാലും ദൈവപൈതലായിരിക്കും എന്ന് പറയുന്നതിനായിട്ട് കഴിയണം. ഈ നാളുകളിൽ അനേക സുവിശേഷങ്ങള്, ദൈവവചനങ്ങള് പലർക്കൂടെ നമ്മൾ കേൾക്കും. ചിലര് അവരുടെ പൂർവ്വകാലം ഇന്ന ആള് അല്ലേ പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളതാ, ഇത് ആരുടെ പ്രാവർത്തി വചനം. കർത്താവ് വന്നപ്പോഴും നീ എന്ത് അധികാരം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു? ചോദ്യം, നിനക്ക് ഈ അധികാരം തന്നത് ആര്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കാന് വേറെ ആർക്കും അധികാരമില്ല. അങ്ങനെ ചോദ്യം ചെയ്തവര് പരീശന്മാരും സാധുക്കരും ഒക്കെ ആയിരുന്നു. എന്നാൽ അങ്ങനെയല്ല. നമ്മള് ആരായാലും, ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളെന്നോ, ഡിനോമിനേഷൻ ഒരുപാടുണ്ട്, ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളതല്ല. അത് അങ്ങനെ വിലയിരുത്താനല്ല നമ്മൾ ദൈവം ആക്കിയിരിക്കുന്നത്. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ നാമം ഉയരണം.
നമ്മള് ചെറുതാകണം, എല്ലാവരെയും സ്നേഹിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം. പലപ്പോഴും അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുകളയാനായിട്ട് അതിന് ദൈവകൃപ, ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയണം. ഈ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വരുമ്പോൾ അതിന്റെ നടുവിലും പ്രത്യാശയായിട്ടുള്ള ഈ ലോകത്തില് ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അവര് പറയും രോഗത്തിന്റെ ആ ഒരു വേദന കൂടെ കടന്നു പോകുമ്പോഴേ അതിന്റെ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്. എന്നാൽ വേദന എടുത്ത് മാറ്റാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ അല്ല കാണേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ന്യൂ ഇയറിനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതും പറഞ്ഞു, പ്രശ്നങ്ങളുടെ ഉപരിയായിട്ടാണ് ദൈവത്തിന്റെ സ്ഥാനം. ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ അതെല്ലാം വരച്ചിരിക്കും. നമുക്ക് കമ്പ്യൂട്ടറിനെ പോലും അതിന്റെ മേളിലാണ് കർത്താവിന്റെ പ്രവർത്തനങ്ങളും മെമ്മറിയും ഒക്കെ ഇരിക്കുന്നത്. ഞാൻ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം നമ്മുടെ നീക്കങ്ങളെല്ലാം വാച്ച് ചെയ്തുകൊണ്ട്, ഞാനിപ്പോ ഒരു മുറിയിൽ ഇരിക്കുവാണെങ്കിൽ എന്നെ വേറെ ആരും കാണണ്ടെന്ന് വരത്തില്ല. നമ്മൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാന് ചിന്തിക്കുന്നതും അവരാരും അറിയുന്നില്ലല്ലോ പറയുന്നതൊന്നുമേ എന്ന് വേണേ ചിന്തിക്കാം. പക്ഷെ നമ്മുടെ ഉള്ള അവസ്ഥ നമ്മൾ ഈ പറയുന്നത് പ്രായോഗിക ജീവിതത്തിൽ വരുന്നുണ്ടോ? എല്ലാം നമ്മുടെ ചിന്താമണ്ഡലത്തെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട് അല്ലെ? അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിലപ്പം കൈയടിച്ച് പാടുന്ന ഒരു സാഹചര്യത്തിൽ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ശീലമില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ നമുക്ക് അറിയത്തില്ല, ഒരു പഴയ മനുഷ്യൻ അറിയത്തില്ല, നമുക്ക് പല കാര്യങ്ങളും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കൈയടിച്ച് പാടണം, ആളെ പാടും, അപ്പം കൈയുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒരു ടോക്ക് കേൾക്കാൻ ഇടയായി പണ്ട്. അപ്പൊ അവർക്ക് അതായത് ശീലമില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞൊന്ന് ശീലം ഇങ്ങനെ ഒന്ന് അടിച്ചു നോക്കുക, തെറ്റുണ്ടോ? അതിന് കുഴപ്പമില്ല. ശാരീരികമായിട്ട് നല്ലതാ, ദൈവത്തെ പാടി സ്തുതി. 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുക, അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താനല്ല, നമുക്ക് ശീലമില്ലായിരിക്കുക, എന്നാൽ അതിലുപരിയായിട്ട് ദൈവനാമത്തെ ഉയർത്തുവാനായിട്ട്, അല്ലെ പ്രൈസ് ദി ലോർഡ്, അത് ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നൊക്കെ തിരിച്ചറിയുവാനായിട്ടൊക്കെ ഇടയായി. ദൈവനാമത്തെയാണ് ഉയർത്തുന്നത്. ദൈവത്തിന്റെ നാമം നമ്മുടെ നാവിന്മേൽ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കിനും നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, ഉപമയിൽ പറഞ്ഞല്ലോ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. ശിഷ്യന്മാരിങ്ങനെ പോയപ്പം കതിര് പറിച്ചു തന്നു വിശന്നപ്പോഴേ, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ആ ദൈവം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കണം. എല്ലാവരെയും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ നാവ് ചെറിയ അവയവം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, ചെറിയ അവയവമെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും. കാരണം ഇതാ പ്രലോഭനം വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞേരും. ഞാനിപ്പോ ഒരു ദൈവഭാഗത്തായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്ന അതുപോലെ. അങ്ങനെയല്ല, നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ഞാനൊരു പുതുക്കം പ്രാപിച്ച അവസ്ഥയിൽ കൂടെ ഇന്ന് പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു ക്രിസ്ത്യാനി, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. ഞാനിങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പറയും ക്രിസ്ത്യാനികള് ഉൾപ്പെടാത്ത ഒരു വിഷയവുമില്ല. ഞാൻ പേര് ഒഴിയോ, നല്ല പേരാണല്ലോ, ഡേവിഡ് അല്ലെങ്കിൽ ജോസഫ്, മാത്യു. ഞാൻ അയ്യോ ക്രിസ്ത്യാനിയാവും, കുഴപ്പമില്ല. അപ്പൊ അവരും ആ കാര്യത്തിലൊക്കെ ഇതിനകത്ത് ആ തെറ്റായ കാര്യങ്ങളിലൊക്കെ അവർ ഉൾപ്പെട്ടിരിക്കുക. പേരുണ്ട്, അല്ലെ കുരിശുമാല എഴുത്തലുണ്ട്, പ്രവർത്തികള് ഇങ്ങനെയാണല്ലോ എന്ന് ചിലപ്പോ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം കർത്താവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന്റെ പേരില് ഇതൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റല്ലേ? അപ്പൊ നമ്മള് ആ ഒരു ക്രിസ്ത്യാനി, അവന്റെ നാമം, അവൻ കാണിച്ചു തന്ന മാതൃക, ആ കർത്താവിന്റെ മാതൃക പിന്തുടരാനായിട്ട് കഴിയണം. പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയാല് മാത്രം പോരാ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ചിലപ്പം ഓരോ സാഹചര്യങ്ങളായിരിക്കാം, അറിയത്തില്ല. എന്നാലും ഇതുപോലുള്ള പ്രലോഭനങ്ങളെ നമുക്കൊക്കെ നേരിടേണ്ടി വരും. അതിന്റെ നടുവില് ദൈവം നടത്തുമെന്നുള്ള ആ പ്രത്യാശയോട് ജീവിക്കാനായിട്ട് കഴിയണം. കാരണം നമ്മള് താൽക്കാലികമായിട്ട് ജീവിക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ, ഒരിടത്തൊന്നും മാറി വേറൊരിടത്ത് വന്നു, ഒന്നുകൂടെ സുഖ സൗകര്യങ്ങൾ അവിടെ ആണോ,
ഇതിവിടെ കുറെ കൂടെ സൗകര്യങ്ങൾ അവിടെ ആണോ? ഏറ്റവും നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ തീരത്തില്ലേ ഈ ലോകത്തിൽ. എന്നാൽ അതിലുപരിയായിട്ട് ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാനായിട്ട് മുമ്പേ ആന്റി പറഞ്ഞു, ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിന്റെ മർമ്മങ്ങൾ, പാട്ട് പാടുമ്പോഴും അതിലെ കണ്ടൻസ് ആണ് പ്രാധാന്യം. അത് നമുക്ക് പ്രൈസ് കിട്ടാനോ അതിനൊന്നും അല്ല, മാർക്ക് കിട്ടാനോ അല്ലല്ലോ. നമ്മൾ കർത്താവിനെയാണ് പാടി സ്തുതിക്കുന്നത്. എന്റെ സ്വരം മോശമാണെങ്കിൽ, എന്റെ ശബ്ദം മോശമാണെങ്കിൽ, എന്റെ തൊണ്ടയ്ക്ക് എന്റെ ദൈവം ബലം തരുന്നിടത്തോളം അവന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് നമുക്കൊക്കെ കഴിയണം. നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ ലോകത്തിലുണ്ട്. കാരണം പുതിയ തലമുറ, ഇപ്പം വളർന്നു വരുന്ന തലമുറയുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ അവരെയൊക്കെയും ദൈവഭാഗത്ത് നിൽക്കണം. അവര് നമ്മളെ കണ്ടല്ലേ പഠിക്കുന്നത്. ഒരു വീട്ടിലൊരു ആള് പറഞ്ഞല്ലോ, ഒരു ചെറിയ പൈതല് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും മറ്റവരുടെ ടോക്ക് നിർത്തേണ്ടി വന്നു. അപ്പൊ ഒരാളെങ്കിലും, അപ്പൊ ചിലർ പറയും പ്രായമുള്ള തലമുടി നരച്ചവരോ അല്ലെ പ്രായമായവരല്ലേ അവരെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടിയെന്ന് പറയും. ഞാൻ അന്നേരം സൺഡേ സ്കൂളിൽ ആരെന്നെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അങ്ങ് പറയണമെന്ന് പറഞ്ഞു. ഇവർക്കും കുഴപ്പമില്ല, എല്ലാവർക്കും അതിന്റെ അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും എല്ലാ വിരലുകൾ നമ്മൾ പറയത്തില്ലേ, അണിവിരലാണ് ചെറിയ വിരലാണെങ്കിലും അതിനും അതിൻ്റെതായ ജോലിയുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതാത് സ്ഥാനങ്ങൾ, ഏത് രാജ്യത്താണെന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിലാണെന്നുള്ളതല്ല, നമ്മൾ ഏത് ഭവനത്തിലെങ്കിലും ആരുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോൾ, ആരുമായിട്ടെങ്കിലും കണ്ടുമുട്ടുമ്പോൾ കർത്താവിന്റെ നാമം ഒരു വാക്കെങ്കിലും പറയുവാനായിട്ട് കഴിയണം. ഇതുപോലെയുള്ള കുടിവരവുകൾ, ഇതുപോലെയുള്ള സൂം പ്ലാറ്റ്ഫോമില് കോവിഡ് വന്നതിന് ശേഷമാണല്ലോ ഇതുപോലെയുള്ള സൂം മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചത്. പലയിടത്തും ഉണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ദൈവം നമ്മളെയൊക്കെയും അതാത് സ്ഥാനത്ത് കാത്തു പരിപാലിക്കട്ടെ. ഇതുപോലെ വീണ്ടും നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം കണ്ടുമുട്ടാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനുമായിട്ട് ദൈവം ഇതുവരെയും അവസരം ഒരുക്കി പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവനാമത്തെ ഉയർത്തുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാല് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ചെറിയ ഒരു മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ. ദൈവം ഞങ്ങളെ ഒക്കെ, നിങ്ങളെല്ലാവരും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. രാത്രികാലം, അമേരിക്കയിലൊക്കെ രാത്രികാലമാണ് എനിക്കറിയാം. ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ നേരം വെളുത്ത് വരുന്നു. ദൈവം നമ്മളെയൊക്കെയും അതാത് സ്ഥാനത്ത് കാത്തു പരിപാലിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. Amen. Thank you. Amen. It was a great message. Blessed one. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. Very short and very sweet message. Yes. Good message. Encouraged. No, you are in play school. Okay, wait. You are just starting. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ. കർത്താവെ സ്തോത്രം ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. ക്രിസ്തുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും അല്പസമയം ദൈവ ചിന്തകളിലൂടെ കടന്നു പോകാനും പാട്ടുപാടുവാനും സങ്കീർത്തനം വായിക്കുവാനും നല്ല ഒരു മെസ്സേജ് കേൾക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് കഷ്ടങ്ങളുണ്ട് എങ്കിലും അവയോടൊപ്പം പൂക്കോടികളും പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ബലവും ശക്തിയും ഒക്കെയും കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുമുമ്പാകെ ഓരോരുത്തരുടെയും നിങ്ങളെ പ്രതികൂല അവസ്ഥകളൊക്കെയും തരണം ചെയ്യുവാൻ അവരെ കാലാകാലങ്ങളിൽ ശക്തിപ്പെടുത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങൾ കർത്താവെ ഇവിടെ സംസാരിച്ചു. അവയിന്മേലൊക്കെയും അവിടുത്തെ കൃപ കൂടിയിരിക്കുന്നതിനായ സ്തോത്രം. രോഗാവസ്ഥയിലായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരുണ്ട്. പലരും ആശുപത്രി കിടക്കുകളിലായിരിക്കുന്നു. ചിലരൊക്കെയും രോഗാവസ്ഥയിലായിരിക്കുന്നു. സാറാമേലി പറഞ്ഞ ആ സഹോദരൻ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നു എന്നറിഞ്ഞ് ഓർത്ത് സഹോദരന് വേണ്ടി ഞങ്ങൾ ഒന്ന് ഒരുമിച്ച് ഒരു മനസ്സോടെ പരിപൂർണമായ ഒരു സൗഖ്യം, ഒരു വിടുതൽ കർത്താവിന് നൽകേണ്ടതിനായി ഞങ്ങൾ മറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞമ്മ ചേച്ചി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രയാസത്തിൽ കൂടി പ്രിയ ചേച്ചി കടന്നു പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. കർത്താവ് കുഞ്ഞമ്മ ചേച്ചിക്കും കർത്താവിന്റെ ഒരു അത്ഭുത സൗഖ്യം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ മറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ
ഞങ്ങളുടെ മറ്റ് പ്രതികൂലാവസ്ഥകളും പ്രതിസന്ധികളും ഒക്കെ നേരിടുവാൻ അവിടുന്ന് ബലം നൽകണമേ, ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും മറ്റുമായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുവാനും തുടർന്നുള്ള ദിവസങ്ങൾ വചനവ്യവസ്ഥ പ്രകാരം ജീവിക്കാനും ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്നു. സ്തോത്രം കർത്താവെ. അതിന്മേലൊക്കെയും കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെയും തിരുനാമത്തിനായി തീരണം. അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് ആയിത്തീരണമെന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഓരോ വാക്കിലും നോക്കിയും പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കൂടെ ഇരിക്കുവാനായി വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കാണുവരുകയും തിരുക്കൃപയിൽ കാത്തുവരുവാൻ മാനവും മഹത്വവും എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമാറാവണേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സവാസവും നാഥ ഞങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.